ഹായ് ഫ്രണ്ട്സ്, പാവക്ക അല്ലെങ്കിൽ കൈപ്പക്ക കൊണ്ടുള്ള ഒരു മസാലയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൈപ്പക്ക തീരെ കയ്പില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുളിവെള്ളത്തിലേക്ക് കൈപ്പക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക. ഞാൻ ചൂടായതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 1 ഒനിയനും നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴഞ്ഞു കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. എരി ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. കാരണം നമ്മളിതിൽ ഉണക്കമുളകും 2 പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം ഈ കൈപ്പക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലുള്ള എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായി കിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇത് പകുതിയോളം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം. പാവക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാവക്ക മസാല ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് തീരെ കയ്പില്ലാത്ത ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം